പ്രിയ ദൈവമക്കളെ, ഒരു വർഷത്തിൻ്റെ അവസാന നാളുകളിലേക്കാണ് ദൈവകൃപയാൽ നാം എത്തി നിൽക്കുന്നത്. പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൃതജ്ഞതയും കണ്ണുനീരും പശ്ചാത്താപവും എല്ലാം ഒരുമിച്ച് നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങൾ. ഇന്നത്തെ അല്പനേരത്തെ ധ്യാന ചിന്തയ്ക്കായി, പ്രാർത്ഥനയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 14-ാം വാക്യം. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ആമേൻ. വചനം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹൃദയം തുറക്കുന്ന ദൈവം. ഒരു വർഷത്തിന്റെ അവസാന നാളുകൾ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം ഹൃദയം തുറക്കുമ്പോൾ മാത്രമാണ് വചനം അതിൻ്റെ ശരിയായ രീതിയിൽ ഉള്ളിലേക്ക്, ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നത്. ഇന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ ഹൃദയം തുറക്കണം. ലുദിയായുടെ കഥ നമ്മോട് പറയുന്നത് ഇതാണ്. പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. വചനം അവൾ കേട്ടു, പക്ഷേ ദൈവം ഹൃദയം തുറന്നപ്പോഴാണ് വചനം അവളുടെ ജീവിതമായി മാറിയത്. വചനം അവൾ കേട്ടു, പക്ഷെ ദൈവം ഹൃദയം തുറന്നപ്പോഴാണ് വചനം അവളുടെ ജീവിതമായി മാറിയത്. ഇന്നു നാം പല പ്രസംഗങ്ങൾ കേട്ടിരിക്കാം, പല ധ്യാനങ്ങൾ കേട്ടിരിക്കാം. എന്നാൽ ഹൃദയം അടഞ്ഞിരിക്കുമ്പോൾ വചനം അത് വെറും ശബ്ദമായി മാറും നമ്മുടെ ഉള്ളിൽ. കർത്താവേ, ഈ വർഷം എത്രയോ തവണ നീ എന്നോട് സംസാരിച്ചു, എന്നാൽ എൻ്റെ ഹൃദയം എത്രയോ തവണ അടഞ്ഞിരുന്നു. കർത്താവായ ദൈവമേ, ഈ വർഷത്തിന്റെ അവസാന ദിവസത്തിന്റെ തൊട്ടു മുൻപുള്ള ഈ ദിവസം ഞാൻ നിന്റെ സന്നിധിയിൽ തകർന്ന ഹൃദയത്തോടെ, നീറുന്ന മനസ്സോടെ നിൽക്കുന്നു. ഞാൻ കേട്ട തിരുവചനങ്ങൾ പലപ്പോഴും ഞാൻ അവഗണിച്ച നിമിഷങ്ങൾക്കായി തമ്പുരാനെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഹൃദയം അഭിമാനത്താൽ, ക്ഷമിക്കാത്ത മനസ്സാൽ, ലോക ചിന്തകളാൽ അടഞ്ഞുപോയെങ്കിൽ ഇന്നിതാ അത് തുറക്കണം. കർത്താവേ, എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ വരും എന്ന തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ആ വചനത്തിൽ വേരൂന്നി ഞങ്ങൾ മുൻപോട്ട് പോകുന്നു. ഇന്ന് ഞാൻ വാതിൽ തുറക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ. ഒരു വർഷം നമ്മിൽ നിന്ന് കടന്നു പോകും. ദൈവം ചോദിക്കുന്നത് ഒരു പക്ഷേ ഇതാണ്, നീ ദൈവവചനം കേട്ടോ എന്നല്ല, നീ ഹൃദയം തുറന്നോ എന്നതാണ്. അതാണ് ദൈവം നിന്നോട് ചോദിക്കുന്നത്. നീ ഹൃദയം തുറന്നോ? പുതിയ വർഷത്തിലേക്ക് അടഞ്ഞ ഹൃദയത്തോട് നാം കടക്കരുത് പ്രിയമുള്ളവരെ. പഴയ വേദനകളുമായി പുതിയ ഒരു വർഷം നമുക്ക് ആരംഭിക്കരുത്. നമ്മുടെ വേദനകൾ സർവ്വതും തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ലുദിയായെ പോലെ ഇന്ന് നമുക്ക് പറയാം, കർത്താവേ, നീ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണമേ. ഹൃദയം തുറക്കുന്നവർക്കാണ് ദൈവം ഭാവിയും തുറക്കുന്നത്. പിതാവായ ദൈവം, ഈ വർഷത്തിന്റെ അവസാന ഭാഗത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, എൻ്റെ ഹൃദയം തുറക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം തുറക്കണമേ. എൻ്റെ മക്കളുടെ ഹൃദയം തുറക്കണമേ. എൻ്റെ സഭയുടെ ഹൃദയം തുറക്കണമേ. എൻ്റെ സമൂഹത്തിൻ്റെ ഹൃദയം തുറക്കണമേ. തമ്പുരാനെ, നീ സംസാരിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുള്ളവനാണ്. പുതിയ വർഷത്തിൽ വചനം കേൾക്കുന്നവരായി മാത്രമല്ല, വചനത്തിൽ വേരൂന്നി ജീവിക്കുന്നവരായി ഞങ്ങളെ എല്ലാവരെയും ആക്കി തീർക്കണം. കർത്താവേ, ഞങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഈ കഴിയുവാൻ പോകുന്ന വർഷം മുഴുവൻ
ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിന് തിരുസന്നിധിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഉത്തരം ലഭിക്കാത്ത പല പ്രാർത്ഥനകൾക്കും അവിടുത്തെ സന്നിധിയിൽ കേട്ട് പുതിയ വർഷത്തിൽ അവയ്ക്കുള്ള അനുഗ്രഹപൂർണമായ ഉത്തരവുമായി ഞങ്ങൾക്ക് ലഭിക്കും എന്ന് അടിയങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് തുറന്ന ഹൃദയത്തോടെ അടിയങ്ങൾ കടക്കട്ടെ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.